വർക്കിയെങ്കിലേ ഞാനാ കൃഷ്ണമായി പന വളർന്നുപോയി. 10-27 വയസ്സായി, 80 കിലോ ആയില്ലേ അമ്മാവ? വളരത്തില്ലേ? ചെറുപ്പത്തി കണ്ടതാ. അമ്മാവനെന്താ അങ്ങോട്ട് വരാത്തെ? അച്ഛ ഇടക്കിടക്ക് ചോദിക്കും. വരണമെന്ന് വിചാരിക്കും, സമയം കിട്ടത്തില്ലെന്നേ. ഈ വഴിവൊക്കെ അച്ഛൻ മാറ്റിത്തരും, വല്ല ഉടുമ്പിനെ വല്ല പിടിച്ച് നിന്നാ മതി. ഹൈദരാബാദ് പോയിട്ട് മറ്റേ വിഴുകണം. വിഴുകാൻ ഈ തോട്ടിൽ നിന്ന് 2 മീനെ പിടിച്ച് വിഴുങ്ങാനും പോരായോ? ഹൈദരാബാദ് വരെ എന്തിനാ പോകുന്നത്? അത് ശരിയാവത്തില്ല. എപ്പോഴും മോനെ വിളിക്കണം വിളിക്കണം എന്ന് തോന്നും. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. അമ്മാവും വിളിക്കണമെന്ന് തോന്നിയ ദൈവം എനിക്ക് അവിടെ തേർന്നിപ്പിച്ചു. എൻ്റെ മോൻ്റെ കൂടെ അടിച്ച് പൊളിക്കണം 1 മാസം എന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും നിന്റെ അമ്മായും കൂടിയേ പരിമലയ്ക്ക് ഒന്ന് പോണമെന്ന് വിചാരിക്കുന്നുണ്ട്. പരിമലയ്ക്ക് പൊയ്ക്കോ, നിങ്ങൾ എത്ര വേണേലും പൊയ്ക്കോ. എന്റെ കുറെ ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, ലോഡ് കണക്കിന് അവരിപ്പോ വരും. നിങ്ങൾ പരിമലയ്ക്കോ പരശുരാം എക്സ്പ്രസിലോ എവിടെ വേണേലും കയറിപ്പിക്കോ. ഇന്ന് പോയിട്ട് അടുത്ത പ്രാവശ്യം വാ, നമുക്ക് 1 മാസം ഒന്ന് അടിച്ചു പൊളിക്കാം. അത് അമ്മാവും വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എല്ലാം അടിച്ചു പൊളിച്ച് വെച്ചേക്കാം. അമ്മാവും പോ, ഞാനിവിടെ അമ്മായിയൊക്കെ കണ്ട് ഞാനിവിടെ നിൽക്കാം. നിങ്ങൾ പരിമലയ്ക്കോ പാരച്ചൂട്ടിലോ എവിടെ വേണേലും പൊയ്ക്കും. എന്നാലും മോനില്ലാതെ നീ ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറയുമ്പോൾ ഒരു സങ്കടം. മോനെങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്ന് നിന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കണം എന്നുള്ളൊരു കാര്യം. അത് കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി കടുവിന്റെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. കടു കൊണ്ടുതരും സാധനങ്ങൾ. അമ്മാവിന്റെ ഇവിടെ നിന്ന് ഞാൻ പോവാ. അമ്മായി ഒന്ന് പോയി കാണട്ടെ. അമ്മ വിക്കി പറയുമ്പോഴത്തേക്ക് 2.5 മണിക്കൂർ എടുക്കും. അല്ല, നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാം. എന്നാ പിന്നെ പരിമല ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഊട്ടിക്ക് വിട്ടാലോ? അല്ല, ഇത് ഭയങ്കര നേർച്ച. അവള് ഒരു കുരിശ് നിർത്തുന്നുണ്ട്, അത് അവളെ കൊണ്ട് ചുമപ്പിക്കാനാണ്. ഇപ്പൊ വിട്ടോ, എന്നിട്ട് 1 മാസം കഴിഞ്ഞു വാ. കുരിശു കൊണ്ടു ചുമന്നോ, ഞാനിവിടെ കാണുമല്ലോ. നിങ്ങൾ കുരിച്ചോ അല്ല എന്തേലും കൊണ്ടു, ഞാൻ ഈ കുരിശ് തലേന്ന് പോവില്ല. ഇനി എന്നാ ചെയ്യും? ഈ റീല് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം. ഇതെല്ലാം നീ രാവിലെ ഇട്ടടിച്ചു. ഇതാണിപ്പോ ട്രെൻഡിങ്. അപ്പൊ നീ പറഞ്ഞ മറ്റേ താഴോട്ട് മേലോട്ട് അതാണ് എളികത്ത് പോലത്തെ സാധനം. അങ്ങനെ ട്രെൻഡിങ് ഇതാണ്. നിനക്ക് വല്ല ബോധമുണ്ട്? അല്ല, പക്ഷെ അതിന്റെ സ്റ്റെപ്പ് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഈ സാധനം ഇങ്ങനെ അടിച്ച് കറങ്ങി ഫോണൊക്കെ വെച്ച് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് പക്ഷെ ഇവിടെ ട്രെൻഡിങ് ഇതല്ലേ, ഇതല്ലേ വൈറലാകത്തുള്ളൂ. നീ ആ സ്റ്റെപ്പ് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൈറലാവായിരുന്നു. ചൂടുവെള്ളമാണെങ്കിൽ അടുക്കളയിലുണ്ടാവും. ആന്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു തരും കേട്ടോ. എന്റെ ആന്റിയോട് ഞാൻ തന്നെ പറയണോ? നീയൊക്കെ ആരാ? ഞങ്ങളോ? ഞങ്ങളിവിടുത്തെ അന്തേവാസികളാ. അല്ല, നിങ്ങളാരാണ്? ഞങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊന്നും വേണ്ട, ഞങ്ങൾക്ക് പണിയൊന്നുമില്ല. ഞങ്ങൾക്ക് പണിയൊന്നുമില്ല. പണിയൊന്നും ഇല്ലാത്തമാരാന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. അല്ല, സാർ ആരാണാവോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഞങ്ങൾക്ക് അറിയാമെങ്കിൽ ചോദിക്കില്ല. ഈ അമ്മാവന്റെ കൊച്ചുമോൻ ക്രിസ്റ്റി. എന്താ പറഞ്ഞേ? ക്രിസ്റ്റി 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 ഞാൻ. സാറാരാ നീ? ഞങ്ങള് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആന്റിയുടെ പൊന്നോമന പുത്രന്മാർ. വർഷങ്ങളായിട്ടോ? ഞാൻ എല്ലാ 5 മാസം കൂടി ഇരിക്കുമ്പോഴും ഇങ്ങോട്ട് വരുന്നതല്ല. ഞാൻ കണ്ടില്ലല്ലോ കഴിഞ്ഞ 5 മാസം മുന്നേ വന്നപ്പോ. നീ അതിന് കള്ളന്മാരാ? ആന്റി അങ്ങനൊന്നും പറയല. മുൻവാദികളാന്ന് വന്നേന്നാ? പിന്നെ ഞൊഴിഞ്ഞു കയറും. അല്ല, വേറെ കാര്യമുണ്ട്. ചിലപ്പോ ശരിയായിരിക്കും. ഞങ്ങളായിരുന്നു ഇവിടെ ആരും താമസിച്ചിട്ടുണ്ടോ വെച്ച്. നിങ്ങൾ ആന്റീനെ കാണാൻ വന്നിട്ടുണ്ടോ? താഴെ ആയിരിക്കും. ആന്റി പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. മനസ്സിലായോ? പണിയില്ലാത്തവന്മാർ ഇവിടെ വാടകയ്ക്ക് കയറ്റി താമസിപ്പിക്കുവാണ്. അല്ല, ക്രിസ്റ്റി എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല. അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്നുള്ള ഒരു കമ്പനി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഒട്ടും കേട്ടില്ല. ഞങ്ങളതൊന്നും കേട്ടിട്ടില്ല. ഞങ്ങളെ ആവശ്യമില്ലാത്ത കമ്പനികളൊന്നും കാണാറില്ല. കേൾക്കാറുമില്ല. കമ്പനി കൂടാറുമില്ല. ഇല്ല. എടാ മണകുണഞ്ചന്മാരെ, അതൊരു IT കമ്പനിയാണ്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഇൻഫോസിസ് പോലുള്ള ഒരു കമ്പനിയാണ്. ഈ IT-ലാണോ വർക്ക് ചെയ്യുന്നത്? പറച്ചിൽ കേട്ടോ അല്ല മാനേജറാന്നൊക്കെയാ തോന്നിയത്. മാനേജറാണ് ഞാൻ. 2.5 ലക്ഷം രൂപ ഒരു മാസത്തെ ശമ്പളമാ. നിന്റെ കൂട്ട് ചൊറിയും കുത്തിയിരുന്നിട്ട് റീൽസും കണ്ടോണ്ടിരിക്കുവല്ല ഞാൻ. മനസ്സിലായോ? ഇതൊക്കെ കാണാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അല്ലെ, നമുക്ക് സാധാരണക്കാർക്ക് ജീവിക്കാൻ 2 ലക്ഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത്ര കാശിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് എന്റെ ഗതികെട്ടന്മാരോടെ വേറെ എങ്ങും താമസിക്കാൻ സ്ഥലവും ഇല്ല. ഇവിടെ കൂടുകയും ചെയ്ത് വല്ലതും ബാക്കി വരുന്ന മിച്ചം തിന്നും കുടിച്ച് ഇവിടെ നിൽക്കുന്നു.
അപ്പൊ നീയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ. ഇവിടെ ഇത്തിൽ കണ്ണിയായിട്ട് ഇവിടെ നിന്ന് തിന്നും കുടിച്ചും ജീവിക്കാൻ. എൻ്റെ കടുഭഗവാനേ, എറിയട്ടെ ആ പന്നി എറിയട്ടെ. നീ പുറത്തുവന്നേ പറ്റുന്നില്ല ലൈഫ്. എന്റെ കർത്താവേ, ആ ചെറുക്കൻ ഇങ്ങോട്ടൊന്നും കേറി വന്നേക്കല്ലേ. ആന്റി ആ ക്രിസ്റ്റിമോനെ, എന്തോ തിന്ന് തടിച്ച് ചക്കപ്പത്തിനെ പോലായി അമ്മച്ചി. സത്യം. മോൻ എവിടെ ആയിരുന്നു ഇത്ര നാളും? ഞാൻ എന്നെ വിളിക്കത്തില്ലല്ലോ. ഞാൻ എപ്പോ വിളിച്ചാലും ആന്റി പറയത്തില്ലയോ വരണ്ട വരണ്ട വരണ്ടെന്ന്. അപ്പൊ ഞാൻ എങ്ങനെ വരാനാ? അയ്യോ, അത് അങ്ങനല്ല. വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ മോൻ കേക്കുന്നതിന്റെ കുഴപ്പമാ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വന്നല്ലോ. ആന്റിക്ക് സന്തോഷായി. റംബൂത്താനൊക്കെ പഴുത്തോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല വിശപ്പ് വണ്ടിക്ക് വന്നോണ്ടാത് പിന്നെ. അയ്യോ മോനെ, ഇവിടെ ഒന്നും ആയില്ല. വേണ്ട, ഉണ്ടാക്കിട്ട് മതി. ഇടിയപ്പം ഉണ്ടാക്കണോന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പൊ വിചാരിക്കിപ്പോ മറന്നുപോയി. ഇപ്പൊ വിചാരിച്ചാൽ മതിയല്ലോ. എനിക്ക് പയ്യെ മതി. ഞാൻ ഇപ്പോഴെങ്ങും പോകുന്നില്ല. ഇനി എന്തായാലും ഒരു 10 ദിവസം അമ്മാവനെയും ആന്റിയും നിന്ന് വല്ലതൊക്കെ കഴിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അത് മതിയല്ലോ. അങ്കിളിനും സന്തോഷാവും. ഞാൻ അമ്മായിക്കാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് തമാശകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അറിയാവോ? തമാശയോ? പിന്നെ ആന്റി കേട്ട് കഴിഞ്ഞാൽ കുട്ടി ഡാൻസ് ചിരിക്കും. പറയട്ടെ ഇപ്പൊ വേണമെന്നില്ല, പിന്നെ ഇപ്പൊ എന്തായാലും പറയാം. ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന പറയാം. ഒരു തടിയനും ഒരു എലുമ്പരും മരുഭൂമിക്കിടെ ഇങ്ങനെ പോവാം. അപ്പൊ എലുമ്പിന് ശക്തി ഇല്ലല്ലോ, അപ്പൊ തടിയന് ശക്തിയുണ്ട്. ഇവര് കുറെ നടക്കുമ്പോ എന്തായാലും മരിച്ചു പോകും. മരിച്ചോ? ആകെ അവരുടെ ഒരു ഹാർപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഹാർപ്പിക്കോ? ആ, ഹാർപ്പിക്ക്. ഈ മരുഭൂമിയിൽ എന്തിനാ ഹാർപ്പിക്ക്? അല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ സാധനം ഉള്ളല്ലോ. അപ്പൊ രക്ഷപ്പെടാൻ എന്തോ ചെയ്ത് കാണും. എന്തോ ചെയ്ത്? ബുദ്ധി ഉപയോഗിച്ച പറ, എന്തോ ചെയ്ത് കാണും. അയ്യോ, എലുമ്പരും. ആന്റിക്ക് ഇത്രയും വലിയ ചോദ്യത്തിന്റെ ആന്റിക്ക് ബേസിക്കലി ബുദ്ധി ഇല്ലെന്ന് അറിയാം. എന്നാലും ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ബുദ്ധിയില്ലാഴികയൊന്നും ഇല്ല, എന്നാലും തടിയന്റെ കയ്യില് ഹാർപ്പിക്കുണ്ട്, മെലിഞ്ഞവന്റെ കയ്യില് ഹാർപ്പിക്കുണ്ട്. അപ്പൊ എങ്ങനെ രക്ഷപ്പെട്ട് കാണും? ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ പറയട്ടെ, തോറ്റാ തോറ്റു. സുല്ല് സുല്ല് സുല്ലുട്ടറിയാൻ പറയല്ലേ അമ്മച്ചി കള്ളത്തരം പറയും. ഈ തടിയൻ എലുമ്പനും എന്തെടുത്തു? ഹാർപ്പിക്ക് കുടിച്ചു. അത് കുടിച്ചപ്പോഴത്തേക്ക് തടിയന്റെ പല്ലെന്തായി? ഏത് നിറമായി? ബ്ലൂ. ഹാർപ്പിക്ക് ബ്ലൂ നിറമല്ലേ? അപ്പൊ ടൂത്ത് ബ്ലൂ ആയപ്പോ എന്തായി? ബ്ലൂടൂത്ത്. അപ്പൊ ഈ 2 പേരുടെ കൂടെ ബ്ലൂടൂത്ത് ആയപ്പോഴത്തേക്ക് ഈ ബ്ലൂടൂത്തിൽ നിന്ന് കുറച്ച് ശക്തി എടുത്ത് എലുമ്പന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ചിരിച്ചില്ലേ? എന്നോടാവൻ എന്ത് തള്ളാടാവൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു നീയാണ് ഏറ്റവും വലിയ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതിലും വലിയ സുനാമിയാണോ വന്നേക്കണേ? സുനാമിയാ? എടാ, ഇവൻ നമ്മളെ പുറത്താക്കും കേട്ടാ. ഇവന് ഈ വീട് മറിച്ചിടും. ശരിയാ, ഇവന്റെ തള്ളൊരു ഒന്നൊന്നര തള്ളു മാത്രമല്ല, നീ അവർ സംസാരിക്കുന്ന കേട്ടായിരുന്നു. ആ വർക്കിച്ചിന്റെ ആരാന്ന് പറഞ്ഞേ? എങ്ങനെ മാനം. പക്ഷെ ആ രീതിയിലാണ് അയാളും സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അവർക്ക് ആർക്കും ഇവന് ഇഷ്ടമല്ല. എങ്ങനെ ഇഷ്ടപ്പെടാനാ? അത് ശരിയാ. അല്ല, വർക്കിച്ചന്റെ അല്ലേ, അപ്പൊ ആ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. നിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നീ ഒരു പ്ലാൻ ഉണ്ടാക്കിക്കാൻ എങ്ങനെ പുറത്താക്കാണ്? അതെന്റെ ബുദ്ധിപരമായ ആശയത്തിൽ എന്തെങ്കിലും തെളിയാതിരിക്കത്തില്ല. പക്ഷെ ഇവന് അല്ല, ഇവന് എത്ര ദിവസം ഉണ്ടെന്ന് പറഞ്ഞു? അയ്യോ, എത്ര ദിവസം? ഇവര് ഇന്നലെ പോകും. പിന്നെ പറഞ്ഞു പുറത്താക്കണം. അല്ലെങ്കിൽ ഈ തള്ളു മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരില്ലേ? ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യമുണ്ട്. എന്താ ഇവനെന്താ നമ്മളെ പറ്റി വിചാരിച്ചു വെച്ചേക്കണേ? കടു പറഞ്ഞു തന്നെയാ. ഞാനല്ല, എന്റെ അല്ല. ആ വിലങ്ങളാ ഇവിടെ ഇരിക്കുന്ന 2 ആ വിഗ്രഹപ്പുഴ പിടിച്ചവന്മാരെ. അവരിവിടുത്തെ പെയിൻ ഗസ്റ്റുകളാ. എന്റെ മക്കളെ പോലെയാ എനിക്ക്. ഞാൻ അല്ല, നീയും മോനെ പോലെ തന്നെയാണ്. ഈ അമ്മമാരെ കണ്ട ചുമര് പണിക്കൊന്നും പോകുന്നില്ലല്ലോ. ഈ കാശുള്ള എന്നെയാണോ ഇഷ്ടം അതോ തെണ്ടികളെയാണോ ഇഷ്ടം? അങ്ങനെയല്ല മോനെ, അതെന്റെ പെയിൻ ഗസ്റ്റുകളാണല്ലോ. അപ്പൊ അവരെനിക്ക് മാസം അതിന്റെ പൈസ തരുന്നുണ്ടല്ലോ. അമ്മ ജോലി ഇല്ലാത്തവന്മാർ എങ്ങനെ പൈസ തരും? അവരെങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് ജോലിയൊന്നുമില്ലേ? ഡയറ്റ് നോക്ക്. എടാ, 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ ആരാന്ന് അവനെ അറിയത്തില്ല. അവൻ എന്നെ അറിയത്തില്ല. നിന്നെ 2 കൊല്ലം വേണ്ടി വരും.
അല്ല 2 കൊല്ലം കൊണ്ട് ഞാൻ ഹെവി ആവും. അത് പിന്നെ അവനൊന്നും അറിയത്തില്ല.